ഉളുപ്പ് നാണോ മാനോ ഇല്ലാണ്ട് വന്നിട്ട് ഇവിടെ വന്ന് വല്ലതും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി ആര് വേണം, ഞങ്ങളുടെ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ BJP-യുടെ അടുക്കളയിൽ നിരങ്ങുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയെ കൊണ്ടുവന്നിട്ട് അവരുടെ അവകാശവാദമൊന്നും വെച്ചുകൊണ്ട് കോൺഗ്രസിനോട് ആരെങ്കിലും പറയുന്നതായിട്ട് പറയാൻ നടക്കണ്ട. അയാൾ എങ്ങനെയാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയതെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കണം. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? നാളെ എന്തൊക്കെ വന്നാലും കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ കർണാടകയെ പ്രതിനിധീകരിക്കുന്ന മുഴുവൻ സമുദായങ്ങളും ഉണ്ടാവും. അവിടെ മുസ്ലിം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട, മുസ്ലിം ഉണ്ടാവും ആ മന്ത്രിസഭയുടെ നേതൃസ്ഥാനത്ത്. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് ഈ മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വഴങ്ങി എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ കോടാലിപ്പണിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട വേണ്ട, സംഘികള് ഹിന്ദുക്കൾ മാത്രമല്ല, ചില ക്രിസ്ത്യാനികളും ചില മുസ്ലിങ്ങളും സംഘികളുണ്ട്. ആ മുസ്ലിമിന്റെ സംഖ്യയെ നിങ്ങൾ നിങ്ങളുടെ അടുക്കളപ്പുറത്തേക്ക് നിർത്തി അവിടത്തെ വല്ല പണിയെടുപ്പിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് സാമുദായിക പ്രാതിനിധ്യം കണക്കിൽ എടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആവശ്യകതകൾ അവിടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, BJP പ്രതിനിധീകരിക്കുന്നത്, BJP അറിയപ്പെടുന്നത് തന്നെ, ഞാനൊരു BJP വക്താവല്ല, എന്നിരുന്നാലും ഞാൻ പറയുന്നത് BJP അറിയപ്പെടുന്നത് തന്നെ ഒരു ഹിന്ദുത്വ നാഷണലിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിലാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ BJP അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്താൽ പോലും അത് ജയിക്കും ജയിക്കില്ല എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പും പറയാൻ കഴിയില്ല. അപ്പോൾ ഒരു സീറ്റ് വെറുതെ കളയണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾപാർട്ടിപരമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാവും. അവർ ഏറ്റവും ജയസാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും മുമ്പോട്ട് നിർത്തുക. അത് കറക്റ്റാണ്. വഖഫ് ബോർഡ് ചെയർമാന് നിങ്ങൾ മുസ്ലിം വോട്ട് കൊണ്ടാണ് ജയിച്ചത്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇന്ന സീറ്റുകളിൽ അല്ലെങ്കിൽ ഇന്ന പദവികളിൽ പ്രാതിനിധ്യം വേണം എന്ന് ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരിക്കും, അവകാശമുണ്ടായിരിക്കും. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യമാണ് ഞാൻ കുറച്ച് നേരത്തെ വിശദീകരിച്ചത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? SDPI 2013 25 സീറ്റിൽ മത്സരിച്ചെടുത്ത് ശ്രീ BJP രാജു നായർ നിങ്ങൾ പറഞ്ഞത് മുഴുവനും മിണ്ടാതെ ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. എനിക്ക് തിരിച്ചു മറുപടി പറയാനുള്ള സമയത്ത് നിങ്ങൾ കയറി വലിയ ആളെ ചമഞ്ഞ് മറുപടി പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ജനാധിപത്യ മര്യാദ പാലിക്കണം. ഇത് കർണാടകയിലെ നിങ്ങളുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഹോട്ടലില്ല, ഹോട്ടൽ മുറിയല്ല, ഇതൊരു ചാനൽ റൂമാണ്. നിങ്ങൾ മര്യാദ കാണിക്കണം. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നിങ്ങളുടെ അടുക്കളയിലുള്ളവരെ കൊണ്ടൊന്നും കോൺഗ്രസിനെ അടുക്കള എന്ന് പറയുന്നത് അത്ര മോശം സ്ഥലമൊന്നും അല്ല കേട്ടോ. ഈ അടുക്കള എന്ന് പറയുന്നത് ഒരു വീടിന്റെ മർമ്മപ്രധാനമായ സ്ഥലമാണ്. അത് അത്ര മോശം സ്ഥലമൊന്നും അല്ല കേട്ടോ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.